ഒരുപക്ഷെ കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ സാധാരണ ഒരു ആവറേജ് ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു കാന്താര. പക്ഷേ അതിനൊരു പാൻ ഇന്ത്യൻ സ്വഭാവമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാന്താരയുടെ റിലീസിന് ശേഷം എല്ലാവരും ഇപ്പോൾ ആ ഒരു സമയത്തെ ചർച്ചയെന്ന് പറയുന്നത് എന്തുകൊണ്ട് മലയാളത്തിൽ ഒരു കാന്താര ഉണ്ടാകുന്നില്ല എന്നായിരുന്നു. അതായത് ട്രഡീഷൻസിനെയും അതുപോലെ റിച്വൽസിനെയും എല്ലാം ആ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയായിരുന്നു കാന്താര. പ്രത്യേകിച്ചും അതിൻ്റെ ക്ലൈമാക്സ് സീൻ പ്രേക്ഷകരാക്കി കിടുക്കിക്കളയുന്ന ഒരു ക്ലൈമാക്സ് സീനും കിടുക്കിക്കളയുന്ന ഒരു പെർഫോമൻസുമായിരുന്നു ഋഷഭ് ഷെട്ടിയുടെ. കാന്താര സിനിമയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം പ്രസാദ്? പ്രിയ, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കന്നഡ സിനിമാ മേഖല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു മേഖലയായിരുന്നു. കാരണം അവിടെയും ഇത്തരത്തിലുള്ള നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പലതരം കഥകൾ വീണ്ടും വീണ്ടും എടുക്കുക, അത്തരത്തിലൊരു പ്രവണത കന്നഡ സിനിമാ മേഖലയിലും ഉണ്ടായിരുന്നു. എന്നാൽ അതിലുള്ള ചില ചെറുപ്പക്കാർ അല്ലെങ്കിൽ പുതിയ ചില നവാഗത സംവിധായകർ അല്ലെങ്കിൽ നവാഗത തിരക്കഥാകൃത്തുകൾ അവർ ഈ ഒരു മേഖലയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ ഈ ഒരു ചലച്ചിത്രങ്ങളോടുള്ളൊരു സമീപനം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഋഷഭ് ഷെട്ടി മികച്ച നടനാണ്. കാന്താര ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ്. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായത് ഈ ഒരു കാന്താര എന്ന സിനിമയിലെ ഒരു അഭിനയ മികവിന് ശേഷമാണ്. പക്ഷേ ഋഷഭ് ഷെട്ടി എത്രയോ കാലമായി ഈ ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം ഒരു സമയം മുതൽ 2014 മുതൽ അല്ലെങ്കിൽ 2015 മുതൽ 2015-14 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കന്നഡ ചിത്രം പുറത്തു വരുന്നത്. ഈ ഒരു ചിത്രം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ പതിപ്പിക്കുമായിരുന്നു. ഈ ഒരു സമീപനം തന്നെയാണ് അദ്ദേഹം കാന്താരയിലേക്കും എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ടീമാണ് പ്രധാനമായും. അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും ഋഷഭ് ഷെട്ടി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ടീം വർക്കാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു കാന്താരയിലും പ്രതിഫലിച്ച് കണ്ടത്. ഇപ്പോൾ ഈ ഒരു അവസാനത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കാന്താരയുടെ ഏറ്റവും ക്ലൈമാക്സിലുള്ള ഒരു പ്രകടനമുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസാനത്തെ ക്ലൈമാക്സിൻ്റെ പ്രധാന കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ഇത് മൊത്തമായും സംവിധാനം ചെയ്തത് എന്ന് പറയുന്നത് രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞ മറ്റൊരു പ്രതിഭയാണ്. കാരണം ഇപ്പോൾ കന്നഡ ചലച്ചിത്ര മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന 3 ഷെട്ടിമാരുണ്ടെങ്കിൽ അതൊന്ന് ഋഷഭ് ഷെട്ടി, ഒന്ന് രാജ്ബി ഷെട്ടി, ഒന്ന് രക്ഷിത് ഷെട്ടിയുമാണ്. ഇവരുടെ ഒരു കാലമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കടന്നു വരുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഒരു ഭാഗത്തു നിന്നും സംവിധായകൻ പ്രശാന്ത് നീൽ കയറി വരുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ഈ ഒരു പുതിയ താരങ്ങൾ ഉണ്ടാകുന്നു, പാൻ ഇന്ത്യൻ സ്റ്റാർ ഉണ്ടാകുന്നു. യാഷ് എന്ന് പറഞ്ഞൊരു താരത്തെ ഇന്ത്യ ഒട്ടാകെ അറിയുന്നു, ലോകം അറിയുന്നു. KGF എന്താണെന്നും റോക്കി എന്താണെന്നും ഈ കോളാർ ഗോൾഡ് ഫീൽഡ് എന്താണെന്നും ലോകം കൂടുതൽ അന്വേഷിക്കുന്നത് ഈ ഒരു KGF എന്ന് പറഞ്ഞൊരു സിനിമയുടെ വരവിന് ശേഷമാണ്. അതേപോലെ തന്നെയാണ് കാന്താര എന്ന് പറയുമ്പോൾ ഈ പ്രസാദ്